ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്, പല പല ടെൻസുകളായിട്ട്. ഫസ്റ്റ് പോയിൻറ്റ്, നിൻ്റെ വീട്ടിലേക്ക് വരാൻ ദൂരമുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിൻ്റെ എന്ന് വെച്ചാൽ എന്താ? യുവർ. വീട്, ഹൗസ് എന്ന് പറയാം, നമുക്ക് ഹോം എന്ന് പറയാം. വരിക, വരിക എന്ന് വെച്ചാൽ കം. ദൂരം, ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഫാർ. അപ്പം നിൻ്റെ വീട്ടിലേക്ക് വരാൻ ദൂരമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഈസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഫോമിലോട്ടാണ് എഴുതുന്നത്. ഈസ് ഇറ്റ് ഫാർ, ദൂരം. ഫാർ എന്ന് വെച്ചാൽ ദൂരം. ഈസ് ഇറ്റ് ഫാർ ടു കം ടു യുവർ ഹൗസ്? ഈസ് ഇറ്റ് ഫാർ ടു കം ടു യുവർ ഹൗസ്? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പം ഈസ് ഇറ്റ് ഫാർ ടു കം ടു യുവർ ഹൗസ്? നിൻ്റെ വീട്ടിലേക്ക് വരാൻ ദൂരമുണ്ടോ? ഈസ് ഇറ്റ് ഫാർ ടു കം ടു യുവർ ഹൗസ്? അപ്പം നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ 15 മിനിറ്റ് വേണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇവിടെ നിന്ന്, അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഫ്രം ഹിയർ. എൻ്റെ വീട്, മൈ ഹൗസ്. നടക്കുക, നടക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വാക്ക്. അപ്പം 15 മിനിറ്റ് വേണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ 15 മിനിറ്റ് വേണം. നമുക്ക് എങ്ങനെ എഴുതാം? മൈ ഹൗസ്. നമുക്കൊരു സിമ്പിൾ ഫോമിലോട്ടാണ് നമ്മൾ എഴുതുന്നത്. പല പല രീതിയിൽ നമുക്ക് എഴുതാം. അതിലും ഏറ്റവും ചെറിയൊരു രീതിയിൽ ആണ് ഞാൻ എഴുതാൻ പോണത്. മൈ ഹൗസ് ഈസ് 15 മിനിറ്റ്സ്. മിനിറ്റ്സിൻ്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചേക്കോ. MINUTES. മൈ ഹൗസ് ഈസ് 15 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. ഇങ്ങനെ നമ്മൾ എഴുതിയത് മൈ ഹൗസ് ഈസ് 15 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ 15 മിനിറ്റ് വേണം. അപ്പം ഫുള്ള് കാണാൻ കഴിയുന്നില്ല തോന്നുന്നു നിങ്ങൾക്ക്. ഓക്കെ, മൈ ഹൗസ് ഈസ് 15 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. മൈ ഹൗസ് ഈസ് 15 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ 15 മിനിറ്റ് വേണം. അപ്പം നെക്സ്റ്റ് പോയിൻറ്റ്, നിൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്താണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നിൻ്റെ വീട്, യുവർ ഹൗസ്. ഇവിടെ നിന്നെന്ന് പറയുമ്പം ഫ്രം ഹിയർ. അടുത്തെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നിയർ ബൈ എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാൻ നോക്കാം. നിൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്താണല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? യുവർ ഹൗസ് ഈസ്, ഞാനിവിടെ നിയർ ബൈ ആണ് എഴുതുന്നത്. നിയർ ബൈ. നമുക്ക് ഇതിന് പകരം ക്ലോസ് എന്നും എഴുതാം, പക്ഷെ ഇവിടെ ഞാൻ എഴുതുന്നത് നിയർ ബൈ ആണ്. യുവർ ഹൗസ് ഈസ് നിയർ ബൈ ഫ്രം ഹിയർ. ഇവിടെ നിന്നെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രം ഹിയർ നമ്മൾ എഴുതിയത്. യുവർ ഹൗസ് ഈസ് നിയർ ബൈ ഫ്രം ഹിയർ. നിൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്താണല്ലോ. യുവർ ഹൗസ് ഈസ് നിയർ ബൈ ഫ്രം ഹിയർ. യുവർ ഹൗസ് ഈസ് നിയർ ബൈ ഫ്രം ഹിയർ. അപ്പം നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിൻറ്റ്, ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരട്ടെ. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഞാൻ, ഐ. നാളെ എന്ന് വെച്ചാൽ എന്താ? ടുമോറോ. നിൻ്റെ വീട്, യുവർ ഹൗസ്. അപ്പോൾ വരട്ടെ എന്ന് ചോദിക്കുകയാണ്. വരട്ടെ. അപ്പോൾ വരികയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വരിക. വരിക എന്ന് വെച്ചാൽ കം. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരട്ടെ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. Can I come to your, നിൻ്റെ വീട്, your house. Can I come to your house tomorrow? അപ്പോൾ ടുമോറോയുടെ സ്പെല്ലിംഗ് TOMORROW. അപ്പം can I come to your house tomorrow? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. Can I come to your house tomorrow? ഞാൻ നാളെ നിൻ്റെ വീട്ടിൽ വരട്ടെ. Can I come to your house tomorrow? അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻറ്റ്, ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഞങ്ങൾ,
വി, നാളെ എന്ന് വെച്ചാൽ ടുമോറോ. വീട് ഹൗസ്, ഉണ്ടാകില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം? അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നാളത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകില്ല. അപ്പോൾ നാളത്തെ കാര്യമാണ്. അപ്പോൾ നമുക്ക് വിൽ യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകില്ല. വി വിൽ നോട്ട് ബി, നമ്മൾ നോട്ട് യൂസ് ചെയ്തു ഉണ്ടാകില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. വി വിൽ നോട്ട് ബി അറ്റ് ഹോം. We will not be at home tomorrow. TOMORROW, tomorrow. We will not be at home tomorrow. ഞങ്ങൾ നാളെ വീട്ടിൽ ഉണ്ടാകില്ല. We will not be at home tomorrow. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾ എപ്പോൾ വീട്ടിൽ വരും? അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക്? നിങ്ങൾ എന്ന് വെച്ചാൽ യു, എപ്പോൾ വീട്ടിൽ വരും. അപ്പോൾ എപ്പോൾ എന്ന് പറയാൻ വേണ്ടി നമുക്ക് വെൻ യൂസ് ചെയ്യാം. വെൻ. വീട് എന്ന് വെച്ചാൽ ഹൗസ്, ഹോം. വരിക എന്ന് പറഞ്ഞാൽ കം. അപ്പോൾ നിങ്ങൾ എപ്പോൾ വീട്ടിൽ വരും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാൻ നോക്കാം. നമുക്ക് വെൻ യൂസ് ചെയ്തു. കാര്യം എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ വെൻ യൂസ് ചെയ്തു. വെൻ. പിന്നെ ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോൾ വീട്ടിൽ വരും, പിന്നീടുള്ളൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ഇവിടെ വിൽ യൂസ് ചെയ്തു. ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം വെൻ വിൽ യു കം ഹോം. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. വെൻ വിൽ യു കം ഹോം. അപ്പം നമുക്ക് ഇതല്ലാതെ വേറെ രീതിയിലും ചോദിക്കാം. വെൻ ആർ യു കമ്മിങ് ഹോം എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇവിടെ ഞാൻ എഴുതിയത് ഈ ഒരു ഫോമിലാണ്. വെൻ വിൽ യു കം ഹോം, നിങ്ങൾ എപ്പോൾ വീട്ടിൽ വരും. വെൻ വിൽ യു കം ഹോം. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, വീട്ടിലെത്താൻ എത്ര സമയം എടുക്കും എന്ന് എനിക്കറിയില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് നോക്കാം. അപ്പം എത്തുക എന്ന് വെച്ചാൽ എന്താ? നമുക്ക് പറയാം റീച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ കം എന്ന് പറയാം. അപ്പോൾ എത്ര സമയം, ഹൗ മച്ച് ടൈം, നമുക്ക് പറയാം ഹൗ മച്ച് ടൈം, അല്ലെങ്കിൽ ഹൗ ലോങ് എന്ന് പറയാം നമുക്ക്. അപ്പം ഇതിൽ ഹൗ മച്ച് ടൈം അല്ലെങ്കിൽ ഹൗ ലോങ് എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. പിന്നെന്താ, എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്, അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ വീട്ടിലെത്താൻ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. I don't know. അപ്പം നമുക്കിവിടെ ഹൗ മച്ച് ടൈം എന്നും എഴുതാം, ഹൗ ലോങ് എന്നും എഴുതാം. അപ്പം ഇവിടെ ഞാൻ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം എന്ന് എഴുതാം. ഹൗ മച്ച് ടൈം. ഇപ്പം ഇവിടെ ഹൗ മച്ച് ടൈമിന് പകരം നമുക്ക് എഴുതാം ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. നമുക്ക് എഴുതാം ഹൗ ലോങ്. പക്ഷെ ഞാനിവിടെ ഹൗ മച്ച് ടൈം എന്നാണ് എഴുതിയത്. ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്. How much time it will take to reach home. അപ്പോൾ എങ്ങനെ നമ്മളിത് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ഹോം. അപ്പോൾ ഇതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. നമുക്ക് എഴുതാം ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. ഈ ഹൗ മച്ച് ടൈമിന് പകരം നമുക്ക് ഹൗ ലോങ് എന്ന് എഴുതാനും പറ്റും. ഹൗ മച്ച് ടൈം മാറ്റിയിട്ട് ഹൗ ലോങ് നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് ഹൗ മച്ച് ടൈം. അപ്പോൾ എങ്ങനെയാണ് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ഹോം. അപ്പോൾ ഇവിടെ റീച്ച് ഹോം ആണ്. അപ്പോൾ നമുക്കിവിടെ കം ഹോം എന്ന് എഴുതാം, ഇറ്റ് വിൽ ടേക്ക് ടു കം ഹോം എന്നും എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് റീച്ച് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിലെത്താൻ എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് ഹോം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച നിൻ്റെ വീട്ടിൽ വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് ദെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ദാറ്റ് കേസ് നമുക്ക് യൂസ് ചെയ്ത് പറയാം. ഇൻ ദാറ്റ് കേസ് അല്ലെങ്കിൽ ദെൻ. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക്. നിൻ്റെ വീട്, യുവർ ഹൗസ്, വരിക എന്ന് വെച്ചാൽ കം.
അപ്പം ഇത് ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നീടുള്ളൊരു കാര്യം പറയണേ, അടുത്ത ആഴ്ച, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച വരാം. അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത് ദെൻ ആണ്. ദെൻ ഈ ദെന്നിന് പകരം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ദെന്നിൻ്റെ പകരം ഇൻ ദാറ്റ് കേസ് നമുക്ക്, കാര്യം അങ്ങനെയാണെങ്കിൽ, അപ്പം ഇൻ ദാറ്റ് കേസ് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ സ്ഥലം ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ദെൻ എന്നാണ് എഴുതാൻ പോകുന്നത്. then I will come to your house next week. അടുത്ത ആഴ്ച, next week. then I will come to your house next week. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച നിൻ്റെ വീട്ടിൽ വരാം. ഇപ്പോൾ ഇൻ ദാറ്റ് കേസ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് എഴുതാം. ഇൻ ദാറ്റ് കേസിന് ദെന്നിന് പകരം ഇൻ ദാറ്റ് കേസ് എഴുതിയിട്ട് ഇൻ ദാറ്റ് കേസ് ഐ വിൽ കം ടു യുവർ ഹൗസ് നെക്സ്റ്റ് വീക്ക് നമുക്ക് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച നിൻ്റെ വീട്ടിൽ വരാം. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, നീ വരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണേ എന്ന് നമ്മൾ പറയില്ലേ, വീട്ടിൽ വരുന്നതിന് മുമ്പ്. അപ്പം നീ വരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണേ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം നീ വരുന്നതിന് മുമ്പ്, അപ്പം നമുക്ക് എങ്ങനെ പറയാം? ബിഫോർ യു കം. വരുന്നതിന് മുമ്പ്, നീ വരുന്നതിന് മുമ്പ് നമുക്ക് പറയാം ബിഫോർ യു കം. എനിക്കെന്ന് പറഞ്ഞാൽ എന്താ? മീന്ന് നമുക്ക് പറയാം. മെസ്സേജ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നീ വരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണേ. അപ്പം ഞാനിവിടെ എഴുതാൻ പോവാണ്. നമുക്കിവിടെ പ്ലീസ് യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ അല്ലാതെയും എഴുതാം. പ്ലീസ് മെസ്സേജ് മീ ബിഫോർ, വരുന്നതിന് മുമ്പ്, ബിഫോർ യു കം. പ്ലീസ് മെസ്സേജ് മീ ബിഫോർ യു കം. അപ്പം നമുക്കിവിടെ പ്ലീസ് യൂസ് ചെയ്യാതെ എഴുതുവാണെങ്കിൽ എങ്ങനെയാണ്? മെസ്സേജ് മീ ബിഫോർ യു കം എന്ന് എഴുതാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് യൂസ് ചെയ്തിട്ട് എഴുതാം. പ്ലീസ് മെസ്സേജ് മീ ബിഫോർ യു കം. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം നീ വരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് ചെയ്യണേ. പ്ലീസ് മെസ്സേജ് മീ ബിഫോർ യു കം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, ഞാൻ ഉറപ്പായി നിനക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഉറപ്പായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ ഉപയോഗിക്കണേ? നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷുവർലി എന്ന് പറയാം. ഷുവർലി അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി. അപ്പോൾ നിനക്കെന്ന് വെച്ചാൽ എന്താ? മെസ്സേജ് ചെയ്യും എന്നുള്ളതൊരു ഇത് പിന്നീടുള്ള കാര്യം, ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. ചെയ്യും. അപ്പോൾ നമുക്കവിടെ വിൽ യൂസ് ചെയ്യാം. വിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസ് എഴുതാൻ പറ്റും. ഞാൻ ഉറപ്പായി നിനക്ക് മെസ്സേജ് ചെയ്യും എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം ഐ വിൽ, ഞാൻ പറഞ്ഞു ഉറപ്പായി എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം, ഷുവർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി എന്ന് എഴുതാണ്. ഐ വിൽ ഡെഫിനറ്റ്ലി, സ്പെല്ലിംഗ് നോക്കിക്കോ, DEFINITLY, ഡെഫിനറ്റ്ലി. ഐ വിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് യു. ഇപ്പം നമ്മൾ ഷുവർലി യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഐ വിൽ ഷുവർലി മെസ്സേജ് യു, അല്ലെങ്കിൽ ടെക്സ്റ്റ് യു. ഐ വിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് യു. അപ്പം ഞാൻ ഉറപ്പായി നിനക്ക് മെസ്സേജ് ചെയ്യും. ഐ വിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് യു. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണിത്. അപ്പോൾ പിന്നീട് കാണാം എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പിന്നീട് എന്ന് വെച്ചാൽ ലേറ്റർ. കാണുക, സീ. അപ്പോൾ പിന്നീട് കാണാം. നമുക്ക് എങ്ങനെ എഴുതാം? See you later. പിന്നീട് കാണാം, see you later. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എഴുതാം see you again later എന്ന് എഴുതാം, അല്ലെങ്കിൽ see you later, പിന്നീട് കാണാം, see you later. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ ടോപ്പിക്കുമായിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്.